തിരുവനന്തപുരത്ത് റൌഡി ലിസ്റ്റിലുള്ള ഷിജുവിനെ കാത്തിരുന്ന് പോലീസ് പിടികൂടി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങുമ്പോൾ ഷിജുവിനെ കാത്ത് പോലീസ് ഉണ്ടായിരുന്നു. കുവൈറ്റിൽ നിന്നായിരുന്നു ഷിജുവിന്റെ വരവ്. 2009 കൊലക്കേസിൽ ജാമ്യമെടുത്ത് മുങ്ങിയതാണ്. പിന്നെ ഇപ്പോഴാണ് തിരിച്ചെത്തുന്നത്. ഷിജുവിന്റെ പാസ്പോർട്ടിന്റെ കാലാവധി അവസാനിച്ചതാണ് പോലീസിന് സഹായകമായത്. പ്രേക്ഷകർ ഇപ്പോൾ കണ്ടതാണ് ആ റൌഡി ലിസ്റ്റിൽപ്പെട്ട ഷിജു. തിരിച്ചെത്താൻ സാധ്യതയുണ്ടെന്ന് പോലീസിന് നേരത്തെ വിവരം കിട്ടിയിരുന്നു. പോലീസ് വലവീശി കാത്തിരുന്നു. ഷിജു പിടിയിലായി. കുറെ കാലം മുൻപ് നഗരത്തിലെ കുപ്രസിദ്ധ ഗുണ്ടയായിരുന്നു ഷിജു. 2 കൊലക്കേസിൽ ഇയാൾ പ്രതിയാണ്. ഒന്ന് 2007 മെഡിക്കൽ കോളേജ് അനീഷ് വധക്കേസ്. രണ്ടാമത്തേത് 2009 കഴക്കൂട്ടം സുൽഫിക്കർ വധക്കേസ്. രണ്ടാമത്തെ കേസിൽ ജാമ്യത്തിലിറങ്ങി വിദേശത്തേക്ക് ഇയാൾ മുങ്ങി. ഇത്രയും വർഷം ഇയാൾക്ക് വിദേശത്ത് കഴിയാനായത് എങ്ങനെയാണ്? തിരിച്ചെത്തിക്കാൻ പോലീസിന് കഴിയാതെ പോയത് വീഴ്ച തന്നെയാണ്. തിരുവനന്തപുരം വെഞ്ഞാറമൂടിൽ അഫാൻ നടത്തിയ കൂട്ടക്കൊലയുടെ ഞടുക്കം നമുക്ക് വിട്ടുമാറിയിട്ടില്ല. അമ്മയെയും സഹോദരനെയും അമ്മൂമ്മയെയും കാമുകിയെയും ബന്ധുവിനെയുമാണ് അഫാൻ നിഷ്ഠൂരമായി കൊന്നത്. സമാനമായ ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഈസ്റ്റ് ഡൽഹിയിൽ നിന്നും ഇന്ന് കേട്ടത്. അമ്മയെയും സഹോദരനെയും സഹോദരിയെയും വിഷം കൊടുത്തും കഴുത്ത് ഞെരിച്ചും കൊലപ്പെടുത്തി യശ്ബീർ സിംഗ് എന്ന യുവാവ്. ഈ കൊലപാതകത്തിന് ശേഷം യുവാവ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. സിംഗ് വാങ്ങിക്കൊടുത്തുവന്ന ലഡ്ഡു കഴിക്കുമ്പോൾ 3 പേർക്കും സംശയമൊന്നും തോന്നിയില്ല. മരണത്തിലേക്കാണ് പോകുന്നതെന്ന്. വിഷം കലർത്തിയാണ് അയാൾ അമ്മയ്ക്കും 2 സഹോദരങ്ങൾക്കും ലഡ്ഡു നൽകിയത്. കുഴഞ്ഞു വീണപ്പോൾ കഴുത്ത് ഞെരിച്ച് മരണമുറപ്പാക്കി. എന്താണ് ഈ കൊലയ്ക്ക് പിന്നിൽ? കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.